ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നടനും നർത്തകനും ഉപ്പുമുളകിലെ ആരാധകരുടെ പ്രിയപ്പെട്ട മുടിയൻ ചേട്ടനുമായ ഋഷി എസ് കുമാറിൻ്റെ വിവാഹം കഴിഞ്ഞു. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ആ ഒരു വിവാഹ വാർത്ത പുറത്തു വന്നത്. ഒരുപാട് ആരാധകരുള്ള ഒരു താരം തന്നെയാണ് ഋഷി എസ് കുമാർ. മുടിയൻ എന്ന കഥാപാത്രവുമായി ഉപ്പുമുളകിലൂടെ ആരാധകരുടെ കൂടെ സഞ്ചരിച്ച താരം തന്നെയാണ്. എല്ലാവരും ഇരുകയും നീട്ടി സ്വീകരിച്ച കഥാപാത്രം തന്നെയാണ് ഋഷിയുടെ മുടിയൻ എന്ന കഥാപാത്രം. അതേപോലെ 6 വർഷത്തെ പ്രണയമായിരുന്നു വിവാഹത്തിലേക്ക് എത്തിയത് എന്ന് ആരാധകർക്ക് മുന്നിൽ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് ആരാധകർ അമ്പരന്ന് നിൽക്കുകയായിരുന്നു. വിവാഹ ചിത്രങ്ങളെല്ലാം തന്നെ ഋഷി എസ് കുമാർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. തൻ്റെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം വഴിയെല്ലാം തന്നെ ആരാധകർക്ക് മുന്നിൽ താരം പങ്കുവയ്ക്കാറുണ്ടായിരുന്നു. അങ്ങനെ പങ്കുവയ്ക്കുന്ന ചെറുതും വലുതുമായ എല്ലാ വിശേഷങ്ങളും ഇരുകയും നീട്ടി പ്രേക്ഷകരും സ്വീകരിക്കാറുണ്ട്. സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ മുടിയനെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ സജീവമായിട്ടുണ്ടായിരുന്നു. ഋഷി സോഷ്യൽ മീഡിയയുടെ പങ്കുവച്ച ചിത്രങ്ങളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നിമിഷ നേരങ്ങൾ കൊണ്ട് വൈറലായി മാറി. ഇരുവരും കസവിട്ട വസ്ത്രങ്ങളായിരുന്നു അണിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേപോലെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം തന്നെ കല്യാണത്തിൽ പങ്കെടുത്തതും ഡാൻസ് ചെയ്ത വീഡിയോ എല്ലാം തന്നെ സോഷ്യൽ മീഡിയയുടെ ഋഷി പങ്കിട്ടിട്ടുണ്ട്. ഋഷി പങ്കെടുത്ത സോഷ്യൽ മീഡിയ ടെലിവിഷൻ പ്രോഗ്രാമുകളിലെ അംഗങ്ങളും അതേപോലെ സഹമത്സരാർത്ഥികളും സഹനടന്മാർ നടികളെല്ലാം തന്നെ ഋഷിയുടെ കല്യാണ ചടങ്ങിലെല്ലാം തന്നെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഋഷിയെ ആരാധകർ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങിയത് ഉപ്പുമുളകും എന്ന ഹാസ്യ പരിപാടിക്ക് ശേഷം തന്നെയാണ്. മുടിയൻ എന്നാണ് ആരാധകർക്ക് വിളിക്കാൻ ഏറ്റവും അധികം ഇഷ്ടം. ഋഷി എന്ന പേരുണ്ടെങ്കിലും മുടിയൻ എന്ന പേരിൽ തന്നെയാണ് ഋഷി ഏറ്റവും അധികം അറിയപ്പെടുന്നതും. ഉപ്പുമുളകും താരങ്ങളെല്ലാം തന്നെ ആദ്യം മുതൽ അവസാനം വരെ ഋഷിയുടെ കല്യാണത്തിൽ സജീവമായി തന്നെ നിന്നപ്പോൾ ഒരാൾ മാത്രം മിസ്സിംഗ് ആയിരുന്നു. അത് മറ്റാരുമല്ല, മുടിയൻ എന്ന കഥാപാത്രത്തിന്റെ സഹോദരിയായി അഭിനയിച്ച ലച്ചു തന്നെയാണ്. ലച്ചു കല്യാണത്തിനും വിവാഹ ചടങ്ങിലോ അതും മറ്റെവിടെയും തന്നെ കാണാൻ സാധിച്ചില്ല എന്നത് ആരാധകർ ശ്രദ്ധിച്ച കാര്യം തന്നെയാണ്. ലച്ചു എവിടെയെന്ന ചോദ്യത്തിന് നിരവധി പേർ ചോദിക്കുകയുണ്ടായി. ലച്ചുവിൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന് താഴെയെല്ലാം തന്നെ ഒരുപാട് പേർ കമൻറ്റുകളായി രംഗത്തെത്തി. എന്തുകൊണ്ട് മുടിയൻ്റെ വിവാഹത്തിന് പോയില്ല എന്നും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചെല്ലാം തന്നെ നിരവധി പേർ രംഗത്ത് വന്നിരുന്നു. അതേപോലെ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ഒന്നില്ലെങ്കിൽ മുടിയൻ ആശംസകളുമായെല്ലാം തന്നെ ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്ന ലച്ചു അതും ഉണ്ടായിരുന്നില്ല. എന്തു പറ്റി ലച്ചുവിനെ എന്ന് ഒരുപാട് പേർ ചോദിക്കുകയുണ്ടായി. ഇതിന് മറുപടിയുമായി ലച്ചു ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. ലച്ചുവും മുടിയനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് ഇപ്പോൾ ആരാധകർക്ക് അറിയേണ്ട കാര്യം. ഉടനെ തന്നെ ഇതിനൊരു മറുപടിയുമായി ലച്ചു രംഗത്ത് വരും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മലയാളികൾ എല്ലാവരും ഉള്ളത്. കുടുംബ പ്രേക്ഷകരെല്ലാം തന്നെ ഒരുപാട് സ്നേഹിക്കുന്ന 2 കഥാപാത്രങ്ങൾ തന്നെയാണ് മുടിയൻ്റെയും ലച്ചുവിൻ്റെയും. ഇരുവരെയും ഒരേ ഫ്രെയിമിൽ കാണാൻ ആഗ്രഹിച്ചവരെല്ലാം തന്നെ സങ്കടപ്പെട്ട് നിരാശപ്പെട്ടു പോവുകയായിരുന്നു. ഒരു നല്ലൊരു സഹോദരൻ ബന്ധമായിരുന്നു മുടിയനും ലച്ചുവും തമ്മിൽ. ആ ഒരു സഹോദരൻ്റെ കല്യാണത്തിലേക്ക് വന്നില്ലെങ്കിൽ അതിലെന്തെങ്കിലും കാരണമില്ലേ എന്നും അതോ അതിൽ ബിസി എന്തെങ്കിലും ആണെങ്കിൽ തന്നെ അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന ലച്ചു ഇതുവരെ പങ്കുവെച്ചിട്ടില്ലെങ്കിൽ അതിന് ഉള്ളിൽ എന്തോ കാരണമില്ലേ എന്ന് ചോദിച്ചെല്ലാം തന്നെ ഒരുപാട് പേര് രംഗത്ത് വരികയായി. ഇതിനൊരു മറുപടി ഉടനെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മലയാളികളും കാത്തിരിക്കുന്നത്. വാർത്തകളും വിശേഷങ്ങളും ഉടനെ അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ്.